വയനാട് DCC ട്രഷറർ എൻ വിജയന്റെയും മകന്റെയും ആത്മഹത്യ കേരളമാകെ ചർച്ച ചെയ്യുമ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്തയെ സൗകര്യപൂർവ്വം മറക്കുകയാണ്. കാരണം പ്രതിക്കൂട്ടിൽ കോൺഗ്രസും പ്രതിപക്ഷ MLA IC ബാലകൃഷ്ണനുമാണ്. സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന വയനാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്നു മരിച്ച എൻ വിജയൻ. ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി കോൺഗ്രസ് നേതാക്കൾ കോടികൾ കോഴ വാങ്ങിയെന്നും ഒടുവിൽ എൻ വിജയനെ നേതാക്കൾ ബലിയാടാക്കുകയുമായിരുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം. ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് മുൻ DCC പ്രസിഡന്റും ഇപ്പോൾ MLAയുമായ IC ബാലകൃഷ്ണൻ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങി നൽകിയ തുക തിരികെ നൽകാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിജയൻ KPCC അധ്യക്ഷൻ K സുധാകരന് നൽകിയ കത്തുൾപ്പെടെ പുറത്തുവന്നിരുന്നു. ബത്തേരി ബാങ്ക് നിയമനക്കോഴയിൽ പോലീസിൽ പലരും പരാതിയും നൽകി. രേഖകളും തെളിവുകളും പുറത്തുവന്നിട്ടും കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് സംബന്ധിച്ച് തെളിവുകളുണ്ടായിട്ടും കോൺഗ്രസ് നടപടിയെടുത്തിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്ക് വൻ കോഴയാണ് വാങ്ങുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ സമീപനം തീർത്തും നിരാശാജനകമാണെന്ന് പറയാതെ വയ്യ. നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാർത്തയായിരുന്നെങ്കിൽ അത് എത്തരത്തിൽ സമീപിച്ചിരുന്നേനെ എന്ന് ചിന്തിക്കേണ്ടതാണ്. വലതുപക്ഷത്തിന്റെ തെറ്റുകളും കുറ്റങ്ങളും പൊതുസമക്ഷത്തിൽ നിന്ന് മറച്ചുവെക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ കാട്ടുന്ന വ്യഗ്രത തീർത്തും അപലപനീയവും പക്ഷപാതപരവുമാണ്.